വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. വിശ്വാസത്തിന്റെ ഒരു ദിനം കൂടെ ദൈവം നമുക്ക് തന്നിരിക്കുമ്പോൾ വിശ്വാസത്തോടുകൂടി നമുക്ക് ദൈവവചനം ധ്യാനിച്ച് മുന്നേറാം. യെഹെസ്കേൽ പ്രവചനം 22-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം. ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ? നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? യഹോവയായ ഞാൻ അത് അരുളി ചെയ്തിരിക്കുന്നു, ഞാൻ നിവർത്തിക്കുകയും ചെയ്യും. ദൈവത്തെ ഭയപ്പെടട്ടെ. ദൈവ കാര്യം തീർക്കുന്ന ഒരു നാള് നമ്മുടെ മുമ്പിൽ വരാൻ പോവുകയാണ്. അനുഗ്രഹങ്ങൾ മാത്രം മടിച്ച് സന്തോഷിച്ച് എന്നും ഇങ്ങനെ കഴിഞ്ഞു പോകാമെന്ന് വിചാരിക്കേണ്ട. വ്യക്തമായി പറയാൻ, ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കൂ. നീതിമാനായ ന്യായാധിപനായ സർവശക്തനായവൻ, രാജാവായിരിക്കുന്നവൻ നമ്മെ ഏൽപ്പിച്ച സമയവും സൗകര്യങ്ങളും നമുക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങളും അതിനൊത്തവണ്ണം നാം സ്വർഗരാജ്യത്തിനു വേണ്ടി പ്രയോജനപ്പെട്ടുവോ എന്ന് ചോദിക്കുന്ന, കാര്യം തീർക്കുന്ന, കണക്ക് നോക്കുന്ന ഒരു നാള് മുന്നിലുണ്ട്. അന്ന് നീ ധൈര്യത്തോടെ നിൽക്കുമോ? നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? ഒന്ന് ശോധന ചെയ്യട്ടെ. സ്വന്തം ആവശ്യങ്ങളും സ്വന്തം ആഗ്രഹങ്ങളും നിറവേറ്റി അങ്ങനെ ജീവിക്കുവാൻ അല്ല ദൈവം നമ്മെ പലതും ഏൽപ്പിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് കരങ്ങൾ ബലപ്പെട്ടിരിക്കുമെന്നും ഞാൻ അങ്ങയുടെ സന്നിധിയിൽ ധൈര്യത്തോടെ നിൽക്കുമെന്നും പറയുവാനുള്ള പ്രാഗൽഭ്യത്തോടുകൂടി നാം ആയിരിക്കട്ടെ. അതിപിതാക്കന്മാർ കാട്ടിയ ആ ദൈവിക സ്നേഹവും ധൈര്യവും നമ്മളിൽ നിറവേറുവാൻ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.